റിഫാഴി മാലയ അതിൽ പറഞ്ഞ ഒരു സംഗതി അല്ലേ, മടവൂര് ശൈഖുനെ കുറിച്ച് ഒരു പാട്ടുകാരൻ പാടി അവർക്ക് അള്ളാഹു കൊടുത്ത അധികാരത്തെക്കുറിച്ച് പറയുന്ന പാട്ടാണത്. അള്ളാഹിനോടൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹ് ശരിയാക്കി കൊടുക്കും. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളും റിഫായി ശൈഖ് തങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യം. അത് പാടിയപ്പോൾ അവർ ചോദ്യം ചെയ്തു, മടവൂരിന് എങ്ങനെ അത് കഴിയാന്നാ ചോദിച്ചത് റളിയല്ലാഹു അൻഹു അല്ലേ. എന്നിട്ട് നമ്മൾ അവരോട് ഗണന നടത്തി. AP സമസ്തയുടെ നിലപാട് അപ്പുറത്ത് നിന്ന് ഓൺലൈൻ മുഫ്തിമാരാപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ ആരും അതിൻ്റെ സ്റ്റാൻഡിങ്ങും അല്ല. ഓരാപ്പോൾ അതിൻ്റെ നയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമസ്തയൊക്കെ അതിൻ്റെ പിന്നിലാണത്രേ. സമസ്ത ഏതായാലും ഇല്ല, ഉണ്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതും ഇല്ല. എന്നിട്ട് പറഞ്ഞ് ലാസ്റ്റ് ഇപ്പം അയാൾ എത്തിച്ച പോയിന്റ് അള്ളാന്റെ ഔലിയാക്കൾ അമ്പിയാക്കന്മാരുടെ കറാമത്ത് മുഅ്ജിസത്ത് അത് അവരുടെ നിയന്ത്രണത്തിലല്ല. പറഞ്ഞില്ലേ, മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ ഒരു കറാമത്ത് കാണിക്കുമ്പോ, റിഫായി ശൈഖ് തങ്ങൾ ഒരു കറാമത്ത് കാണിക്കുമ്പോ അത് അവരുടെ നിയന്ത്രണത്തിലല്ല എന്നാ പറഞ്ഞു. അള്ളയാണ് മേലെയായ നിയന്ത്രണം പറയണ്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, പേരോട് പറയുന്നുണ്ട്, ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവർ അയാളെ നിയന്ത്രണത്തിലാണ് ട്രെയിൻ ഓടുന്നത്. ബസ് ഓടിക്കുന്ന ആള് ബസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറാജുൽ തന്നെ നിയന്ത്രണം അയാൾക്കാണ്. പക്ഷെ മുഅ്ജിസത്ത് കറാമത്തിന്റെ നിയന്ത്രണം അമ്പിയാ ഉലിയാക്കൾക്കാണെന്ന് പറയാൻ പാടില്ല. പല ഇബ്ലീസ് മൗലവിയെ ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഓല് പറയാണ്, കണ്ടോ ഇപ്പം എന്തായി, ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും നിയന്ത്രണത്തിലല്ല കറാമത്ത് മുഅ്ജിസത്ത് എന്ന് സമ്മതിച്ചില്ലേ. ഇതല്ലേ ഞങ്ങൾ നിങ്ങളോട് എത്ര കാലമായിട്ട് പറഞ്ഞു വരുന്നത്. അതാ ഞാൻ പറഞ്ഞേ, ഇത് അന്ന് വഹാബി പറഞ്ഞ സംഗതി ഇന്ന് നിങ്ങൾ വേറെ രൂപത്തിൽ പറയുന്നു. വഹാബി എന്നും പറഞ്ഞുകൂടെ, അതിൻ്റെ അപ്പുറമുള്ള സാധനമാണ്. ഒന്ന് കേട്ടോളൂ, ഏറ്റവും പുതിയത് ഇബ്ലീസ് മൗലവിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഭാഗം പോലെ ഇന്ന് 3 വിഷയങ്ങളാണ് ഈ എപ്പിസോഡിൽ ചർച്ചയ്ക്കെടുക്കുന്നത്. അതിലൊന്നാമത്തെ വിഷയം, നമുക്കറിയാം, നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശ പ്രയാണത്തിന് മുന്നിൽ പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ പലതവണയും അടിപതറി സമസ്തക്കാർ അവരുടെ ആദർശങ്ങളിൽ, അവരുടെ നയനിലപാടുകളിൽ മാറ്റം വരുത്തുന്ന കാഴ്ച നമ്മൾ പലകുറി കണ്ടവരാണ്. അതിലെ പല ഭാഗങ്ങളും നമ്മൾ ഇത്തരം എപ്പിസോഡുകളിൽ ചർച്ചയ്ക്കെടുക്കുകയും വളരെ വിശദമായി നമ്മളിവിടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും അവസാനമായി ഇത്രയും കാലം സമസ്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഇസ്തിഗാസ നടത്തുന്നതിനും അവർ മഹാന്മാരോട് തവസ്സുൽ നടത്തുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അസാധാരണക്കാർക്ക് അസാധാരണമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് എന്നതായിരുന്നു അവർ നാളിതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് അവരിൽപ്പെട്ട ഒരു പണ്ഡിതൻ സംസാരിക്കുന്നത്, കറാമത്തും മുഅ്ജിസത്തും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ കഴിവല്ല, അത് അവരിലൂടെ അള്ളാഹു പ്രകടമാക്കുന്ന കാര്യമാണ് എന്ന്. എന്താണോ ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനം അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതവർ പഠിച്ചു. അതിൻ്റെ ഭാഗമായി അവർ സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് ആദ്യം കാണാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളത് കൊണ്ട് അള്ളാഹു തആല അവർക്ക് കറാമത്തുകൾ കൊടുത്തിട്ടുണ്ട്, മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലിപ്പ് വെച്ചുകൊണ്ട് മുജാഹിദുകൾ ആഘോഷം നടത്തുകയാണ്. എന്താ വഹാബികൾ പറയുന്നത്? ഞങ്ങൾ ഇത്ര കാലമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അമ്പിയാ ഉലിയാക്കന്മാർക്ക് അങ്ങനെ ഒരു കഴിവൊന്നുമില്ല, അവരെ നിയന്ത്രണത്തിലുമല്ല. പിന്നെ അള്ളാഹ് അങ്ങോട്ട് അവരിലൂടെ കണ്ട് പ്രകടമാക്കും, ഓൽക്കയിലൊന്നുമില്ല. നമ്മളതല്ല പറഞ്ഞ്, നമ്മൾ പറഞ്ഞ് അവരുടെ ഇഷ്ടത്തിലും നിയന്ത്രണത്തിലുമാണ്. മേലെയായ നിയന്ത്രണം അള്ളാഹ്ക്കുണ്ട് അല്ലേ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് വന്നിട്ട് ഞങ്ങൾക്ക് വെള്ളം വേണം നബിയേ എന്ന് പറയുമ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ അവിടെ വെച്ചു കൊടുക്കാണ്. അപ്പൊ ആ വെള്ളം കയ്യിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത് ആരെ നിയന്ത്രണത്തിൽ തന്നെയാണ്? ത്വാഹ റസൂലുള്ളാഹ്, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ഓരോന്നും അല്ലാഹു തആല അവർക്ക് നൽകുന്ന ആ മഖാമിൽ നിന്നുകൊണ്ട് അവരതിനെ നിയന്ത്രിക്കുകയാണ്. ഇത് സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ അങ്ങനെ അല്ലാന്ന വഹാബി പറഞ്ഞിരുന്നത്. വഹാബിയുടെ വിഷയമാണ് ലാസ്റ്റ് ആ ചർച്ചയിൽ എത്തിപ്പെട്ടത്. എന്തുകൊണ്ട് ഇങ്ങനെ എത്തിപ്പെട്ടു? അതാ നമ്മൾ ചിന്തിക്കണ്ടേ. എന്തുകൊണ്ട് എത്തിപ്പെട്ടു? EK ഉസ്താദ് പഠിപ്പിച്ച വഴിയിൽ നിന്ന് മാറി ഇവരിങ്ങനെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ഒക്കെ നേതാവായ
ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വരെ അത് പറഞ്ഞു അവർ. കർണാടകയിലെ ഒരു മഖാമിന്റെ മുന്നിൽ പോയിട്ട് ഈ മഖാമിൽ കിടക്കുന്ന വലിയന് രോഗം മാറ്റാൻ കഴിയില്ല. ഏത് വലിയ അത്? അവിടേക്ക് ആളുകള് ഭക്ഷണം നേർച്ചയാക്കും, ഭക്ഷണം കൊടുക്കാൻ, ഇറച്ചിയും പത്തിരിയും. എന്തിന്? രോഗം മാറാൻ. ഒരുപാട് ആളുകളെ രോഗം മാറുന്നു. അത് ഉദ്ധരിച്ചിട്ട് അയാൾ പറയാണെന്ത്? അത് ഈ വലിയന് കഴിയൂല. അള്ളാഹു കൊടുത്ത കഴിവില്ലേ അവിടെ? ഇയാൾക്കോ? ഇയാൾക്കത് കഴിയും ചെയ്യും. ഇയാൾക്ക് പ്രസംഗിക്കാൻ കഴിയും, ഇയാൾക്ക് എല്ലാ കഴിവുണ്ട്. അവിടെ അള്ളാന്റെ കഴിവ് ഓർമ്മല്ല അല്ലേ? ഔലിയാക്കളെ വിഷയം വരുമ്പോൾ ഒരു കഴിവില്ല എന്ന് പറയും. അതൊക്കെ തിരുത്തേണ്ട ഒരു പട്ടിക തന്നെ നമുക്ക് പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. തിരുത്തി നന്നാകേണ്ട വിഷയങ്ങൾ ഒന്ന് രണ്ടൊന്നുമല്ലത്. ഏറ്റവും പ്രധാനം, എല്ലാ കഴിവും അള്ളാഹു കൊടുത്ത നേതാവ്, എല്ലാം അള്ളാഹു തീർത്തു കൊടുത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഹുസൈനാരുടെയും നേതാവ്. അവര് പറഞ്ഞില്ലേ, ഹുസൈൻ റളിയല്ലാഹു അൻഹു, മൻ അഹബ്ബ ഹുസൈനൻ ഫഖദ് അഹബ്ബല്ലാഹ്, അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈനാ, ഹുസൈനും മിന്നീ വഅന മിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ഹുസൈനാരുടെയും നേതാവ്, എല്ലാ അമ്പിയാക്കളുടെയും നേതാവ്, സ്വർഗമുദ്ഘാടനം ചെയ്യുന്ന നേതാവ്, സ്വർഗം അല്ലാഹു നൽകി ആദരിച്ച നേതാവ്, അതൊക്കെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ കുറിച്ചാ പറഞ്ഞത്, കുഴഞ്ഞ വാപ്പയെ പോലെ. എന്താ തിരുത്താത്തങ്ങള്? എന്താ തിരുത്താത്തത്? തിരുത്തി എന്താവും? തിരുത്താൻ പറഞ്ഞോ പുറത്തോ?